അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും. പിന്നെ വണ്ടി പഞ്ചറായി പോയി. എല്ലാരും അടുത്ത വണ്ടിയിൽ പോവാ. വണ്ടിയല്ല പഞ്ചറായത്, ടയറാ പഞ്ചറായത്. എല്ലാരും ടിക്കറ്റ് തന്നിട്ട് പൈസ വാങ്ങിച്ചിട്ട് എന്റെ ടിക്കറ്റ് പൈസ പോ. തരാം തരാം. നിക്ക്. വെള്ളം ഉണ്ടെങ്കിലേ പൈസ തരാമെന്ന് പറഞ്ഞത്. എന്റെ ടിക്കറ്റ് പൈസ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമുക്ക് വേറെ ബസ് കയറാം. വാ. ഹലോ, മുകളിൽ എൻ്റെ ഫ്രണ്ട് ജനലിൽ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, തൻ്റെ പേര്? ശാന്തി. ഓ, ഐ എം രാജു. തനിക്ക് എതിർപ്പില്ലെങ്കിൽ മുകളിൽ അപ്സ്റ്റെയർ. തനിക്ക് വേണ്ടി കുറേ നാളായിട്ട് കാത്തിരിക്കുന്നേ. വന്നാട്ടെ, പ്ലീസ് കം. ഞാൻ നോക്കടാ, ബസ് വന്ന ഫിഗറില്ലേ, അവളവൻ പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നു. വെയിറ്റ്, വലത് കാലം വെച്ച് കയറി വരൂ. ഹേയ്, ഇത് ശാന്തി. ഈസ് മൈ ഫ്രണ്ട് ചന്ദ്രു, എൻ്റെ ചങ്ക് ബ്രോയ. നീ എന്തിനാണ് നാണിക്കുന്നേ? ശാന്തി, ഇവൻ തന്നെ കൂട്ടിക്കൊണ്ട് വന്ന് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇവിടെ ഇപ്പം ഞാൻ തന്നെ പരിചയപ്പെടുത്തേണ്ട അവസ്ഥയാ. ഇവൻ കുറച്ച് ഷൈ ടൈപ്പാണ്, പക്ഷെ ബൈക്ക് റേസിലൊക്കെ വലിയ വലിയ മെഡലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വലിയ ഹീറോയാ. പക്ഷെ തന്നെ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ വാടിയ തണ്ട് പോലെ ആയത്. പക്ഷെ എത്ര വലിയ ഹീറോ ആണെന്നൊക്കെ പറഞ്ഞാലും പ്രേമം എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? എന്താടാ, ഓക്കെ അല്ലേ? താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എന്നോടല്ല പറയണ്ടേ, ആണിക്കാണ് പറയേണ്ടത്. ഞാൻ പോണേ. 300 രൂപ പിന്നെ വാങ്ങിക്കോളാം. ബൈ. ഓൾ ദി ബെസ്റ്റ്. സ്വാമി, ഇങ്ങനെ എത്ര നാളാ മറ്റുള്ളവരുടെ കല്യാണത്തിന് പാചകം ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് എന്നാ സദ്യ തരാൻ പോകുന്നത്? തരാം. നിങ്ങളുടെ മകളുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ചേക്കനെ ഇഷ്ടമായി. പിന്നെന്താ, കല്യാണം എത്രയും വേഗം ടക്കടക്ക നടത്തേണ്ടതല്ലേ? നീ പറയുന്നതൊക്കെ ശരി തന്നെ. എന്നിരുന്നാലും പെണ്ണിന്റെ അച്ഛനെന്ന നിലയിൽ ഒരു വാക്കെങ്കിലും എൻ്റെ മോളോട്. ശാന്തി, വീട്ടിലേക്കിട്ട് വേഗം വാ. ഓക്കെടാ, ബൈ ബൈ. നീ എന്താ ട്യൂഷന് പോയില്ലേ? മാത്സ് പാടായതിന്റെ പേരിലല്ലേ നിന്നെ ട്യൂഷന് വിടേണ്ടി വന്നത്. നീ ട്യൂഷന് പോയില്ലെങ്കിൽ നിനക്ക് തന്നെയാ ബുദ്ധിമുട്ട്. ഒന്നും മിണ്ടാത്തെന്താ? നമ്മുടെ വീട്ടിന്റെ അവസ്ഥ നിനക്ക് അറിയാവുന്നതല്ലേ? അച്ഛൻ നമുക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്. അച്ഛൻ ഓടി നടന്ന് പാചകം ചെയ്ത് കിട്ടുന്ന വരുമാനത്തിനല്ലേ നമ്മളെ വളർത്തുന്നത്. അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് നിനക്ക് മനസ്സിലാവുന്നേയില്ലേ?
എന്താടി ഒന്നും മിണ്ടാത്തെ? എന്താ അച്ഛാ? അച്ഛനത് ഒന്നും മിണ്ടാതിരിക്കുന്നേ? അച്ഛനെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? പറയാം മോളെ. നീ വരുന്ന ബസ് ഇടയ്ക്കിടയ്ക്ക് റെയിൽവേ ക്രോസിന്റെ അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ. അച്ഛാ, പയ്യൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു. പെണ്ണിന് വിദ്യാഭ്യാസം മാത്രം മതി, സ്ത്രീധനമായിട്ടൊന്നും വേണ്ടാന്നും പറഞ്ഞു. കല്യാണത്തിന് ശേഷം അദ്ദേഹം തന്നെ ജോലി ശരിയാക്കി തരാമെന്ന്. ഫോട്ടോ കണ്ടപ്പോൾ തന്നെ പയ്യനും വീട്ടുകാർക്കും ഒരുപാട് ഇഷ്ടമായി പോയെന്ന്. അവർക്കിഷ്ടമായി എന്നുള്ളത് കൊണ്ടല്ല ഞാനിതിന് സമ്മതിച്ചത്. എന്നാലും അച്ഛനെന്ന നിലയിൽ എനിക്ക് നിന്നോട് ഒരു വാക്ക് ഞാൻ ചോദിക്കണ്ടേ? ജീവിക്കേണ്ടത് നീയാണ്. നിന്റെ ഇഷ്ടത്തിന് വിപരീതമായി ഞാൻ ഒന്നും ചെയ്യില്ല. നീ ഇഷ്ടപ്പെട്ടവനെ തന്നെ നീ കല്യാണം കഴിച്ചാൽ നിന്റെ താഴെയുള്ള 2 സഹോദരിമാരുടെ കാര്യം, നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ നിനക്കറിയാലോ. എന്തുവാടാ ഇത്? കോളേജ് ടൈമായി വരുന്നില്ലേ? ഹലോ, എന്താടാ മിണ്ടായിരിക്കുന്നേ? അവളെ ഇന്നലെ കണ്ടില്ലടാ. തുടങ്ങിയല്ലോ ഇവൻ രാവിലെ. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ചത്തൊന്നും പോയില്ല. ഡാഡാ, എക്സാം ടൈമാ, അതുകൊണ്ടായിരിക്കും വരാത്തത്. ഇന്ന് വന്നില്ലെങ്കിൽ നാളെ വന്നോളും. വാ വാ, കോളേജ് പോം. വാ, വാടാ ഇങ്ങോട്ട്. എന്തിനാ ശാന്തി സീറ്റ് മാറിയത്? എന്നോട് ക്ഷമിക്കണം. ശാന്തി, ഇനി എന്നെ കാണാൻ വരരുത്. ശാന്തി, എന്നെ മറക്കണം. എന്തളിയാ നിന്റെ ലവ് ബേർഡ് പറന്നുപോയോ? ഏതെങ്കിലും ഒരു പെണ്ണെ കണ്ട കറങ്ങാൻ പോണ, റൂം എടുക്കണം. എന്താടാ, എന്തെങ്കിലും ശാന്തിയെ കണ്ടോ നീ? ഞാൻ ചോദിച്ചു കേട്ടില്ലേ നീ? നീ എന്താടാ? എന്താടാ ഇത് ചോരയൊക്കെ? പറയടാ, ആരാ നിന്നെ തല്ലിയത്? പറയാൻ എടാ, പറയാൻ. ഓട്ടോ ഡ്രൈവേഴ്സ്.